ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. ഞാൻ വിഷ്ണുരാജ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 55ാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് 2024. ഓക്കെ, അപ്പോൾ 55ാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് 2024 2025 നവംബർ 3 പ്രഖ്യാപിച്ചു. ഓക്കെ, 2025 നവംബർ 3 പ്രഖ്യാപിച്ചത്. അപ്പോൾ നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. ശ്രദ്ധിക്കുക. മികച്ച നടൻ മലയാളത്തിൻ്റെ മഹാപ്രതിഭയായിട്ടുള്ള മമ്മൂട്ടിക്കാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ മികച്ച നടൻ മമ്മൂട്ടി, സിനിമ ഭ്രമയുഗം. മമ്മൂട്ടിക്ക് 7ാമത്തെ പ്രാവശ്യമാണ് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിക്കുന്നത്. അത് റെക്കോർഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു മമ്മൂട്ടിക്ക് 7ാമത്തെ പ്രാവശ്യമാണ് മികച്ച നടനുള്ള ദേശീയ അവാർഡ് കിട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഓരോ പോയിന്റും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ 1984 ആദ്യമായിട്ട് അവാർഡ് കിട്ടുന്നത്. സിനിമയാണ് അടിയൊഴുക്കുകൾ. ഓക്കെ, ഇനി 89 രണ്ടാമത്തെ അവാർഡ്. ഓക്കെ, ഒരു വടക്കൻ വീരഗാഥ, മൃഗയ, മഹായാനം. ഇനി 94 മൂന്നാമത്തെ അവാർഡ്, പൊന്തന്മാട, വിധേയൻ, വാത്സല്യം. 2004 കാഴ്ച, 2009 പാലേരി മാണിക്യം, ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ. ഓക്കെ, 2022 നൻപകൽ നേരത്ത് മയക്കം, 2024 ഭ്രമയുഗം. ക്ലിയർ ആണല്ലോ. ഇനി മികച്ച നടി ഷംല ഹംസ, സിനിമയാണ് ഫെമിനിസ്റ്റ് ഫാത്തിമ. ഓക്കെ, അപ്പോൾ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയ ആളെ പറ്റി അറിഞ്ഞിരിക്കണം. ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം സിനിമയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത, മുമ്പ് ഒരു സിനിമയിൽ അഭിനയിക്കാത്ത ആൾക്കാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ചോദിക്കും. ആ ഒരു പ്രത്യേകത ഉണ്ടായതുകൊണ്ട് ചോദിക്കും. ഓക്കെ, അപ്പോൾ 55ാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിൽ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ച ആളുടെ പേരാണ് ഷംല ഹംസ, സിനിമയാണ് ഫെമിനിസ്റ്റ് ഫാത്തിമ. ഓക്കെ, ഇനി മികച്ച സിനിമ മഞ്ഞുമൽ ബോയ്സ്. അപ്പൊ മികച്ച സിനിമ മഞ്ഞുമൽ ബോയ്സ്, സംവിധാനം ചെയ്ത് ചിദംബരം പൊതുവാൾ. ഓക്കെ, സംവിധാനം ചെയ്ത് ചിദംബരം പൊതുവാൾ. അപ്പോൾ നമ്മൾ ഇനി ഈ സിനിമയും ഈ പേരും ഒക്കെ ഇനി കൂടുതൽ തവണ കേൾക്കും. ഓക്കെ, അപ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. മികച്ച സിനിമ മഞ്ഞുമൽ ബോയ്സ്, സംവിധാനം ചെയ്ത് ചിദംബരം പൊതുവാൾ. ഓക്കെ, ഇനി മികച്ച രണ്ടാമത്തെ സിനിമ ഫെമിനിസ്റ്റ് ഫാത്തിമ. ഓക്കെ, സംവിധാനം ചെയ്ത് ഫാസിൽ മുഹമ്മദ്. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, മികച്ച രണ്ടാമത്തെ സിനിമ ഫെമിനിസ്റ്റ് ഫാത്തിമ, സംവിധാനം ചെയ്തത് ഫാസിൽ മുഹമ്മദ്. ഓക്കെ, ഇനി ജനപ്രീതിയും കലാമേന്മയുള്ള സിനിമ. ഓക്കെ, ജനപ്രീതിയും കലാമേന്മയുള്ള സിനിമ. ഓക്കെ, അപ്പോൾ നമ്മുടെ ജെൻസിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ, ജെൻസി ആഘോഷിച്ച സിനിമയായിട്ടുള്ള പ്രേമലുവിനാണ് അവാർഡ് കിട്ടിയത്. സംവിധാനം ചെയ്തത് ഗിരീഷ് ഏടി. ഓക്കെ, അപ്പോൾ അതും ഓർത്ത് വച്ചിരിക്കുക. ജനപ്രീതിയും കലാമേന്മയുള്ള സിനിമ പ്രേമലു. ഇനി മികച്ച സംവിധായകൻ, ഞാൻ നേരത്തെ പറഞ്ഞു, ആ പേര് ഇനി കേൾക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, ചിദംബരം പൊതുവാൾ. ഓക്കെ, അപ്പോൾ മികച്ച സംവിധായകൻ ചിദംബരം പൊതുവാൾ, സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. ഓക്കെ, ഇനി മികച്ച നവാഗത സംവിധായകൻ, അതായത് ആദ്യമായിട്ട് സിനിമ സംവിധാനം ചെയ്യുന്ന വ്യക്തി, അവരെ വിളിക്കുന്ന പേരാണ് നവാഗത സംവിധായകർ. അപ്പോൾ മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ്, സിനിമയാണ് ഫെമിനിസ്റ്റ് ഫാത്തിമ. ഇനി മികച്ച തിരക്കഥ ചിദംബരം പൊതുവാൾ, സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. ഓക്കെ, ഇനി മികച്ച തിരക്കഥ അഡാപ്റ്റേഷൻ, മലയാളമാണ് അവലംബിതം. മികച്ച തിരക്കഥ അവലംബിതം, അതായത് ഏതെങ്കിലും സംഭവങ്ങളെയോ ഏതെങ്കിലും നോവലുകളെയോ ഒക്കെ അതിൽ നിന്നും ആശയം ഉൾക്കൊണ്ട് തയ്യാറാക്കുന്ന സിനിമകളെ പറഞ്ഞ പേരാണ് അവലംബിതം തിരക്കഥ എന്ന് പറയുന്നപ്പോൾ മികച്ച തിരക്കഥ അവലംബിതം 2 പേർക്കാണ് സംസ്ഥാന അവാർഡ് കിട്ടിയത്, ലാജോ ജോസ്, അമൽ നീരദ്. ഓക്കെ, അപ്പോൾ മികച്ച തിരക്കഥ അവലംബിതം ലാജോ ജോസ്, അമൽ നീരദ്. ഓക്കെ, അപ്പോൾ സിനിമയാണ് ബൊഗൈൻവില്ല. ഇനി മികച്ച കഥാകൃത്ത് പ്രസന്ന വിതാനകെ. അപ്പോൾ മികച്ച കഥാകൃത്താണ് പ്രസന്ന വിതാനകെ, സിനിമയാണ് പാരഡൈസ്. ഓക്കെ, ശ്രീലങ്കൻ പൗരനാണ്. ഓക്കെ, ശ്രീലങ്കൻ പൗരൻ. അപ്പോൾ വിദേശിയായിട്ടുള്ള ശ്രീലങ്കൻ പൗരനായിട്ടുള്ള ഒരാൾക്ക് എന്ത് കിട്ടി? അവാർഡ് കിട്ടി. അപ്പോൾ മികച്ച കഥാകൃത്ത് പ്രസന്ന വിതാനകെ, സിനിമയാണ് പാരഡൈസ്, അദ്ദേഹം ശ്രീലങ്കൻ പൗരനാണ്. ഓക്കെ, ഇനി മികച്ച സ്വഭാവ നടൻ. ഓക്കെ, അപ്പോൾ മികച്ച സ്വഭാവ നടനുള്ള സംസ്ഥാന അവാർഡ് 2 പേർക്ക് കിട്ടി. സൗബിൻ ഷാഹർ, മഞ്ഞുമൽ ബോയ്സ്, സിദ്ധാർത്ഥ് ഭരതൻ, ഭ്രമയുഗം. ഓക്കെ, അപ്പോൾ മികച്ച സ്വഭാവ നടൻ 2 പേർക്കാണ് സംസ്ഥാന അവാർഡ് കിട്ടിയത്. ഓക്കെ, സൗബിൻ ഷാഹർ, മഞ്ഞുമൽ ബോയ്സ്. ഓക്കെ, സിദ്ധാർത്ഥ് ഭരതൻ, ഭ്രമയുഗം. ഇനി മികച്ച സ്വഭാവ നടി ലിജോ മോൾ ജോസ്, നടന്ന സംഭവം. അപ്പോൾ മികച്ച സ്വഭാവ നടിയാണ് ലിജോ മോൾ ജോസ്, നടന്ന സംഭവം. ഓക്കെ, ഇനി മികച്ച ഗാനരചയിതാവ് ചോദിക്കാൻ ചാൻസ് ഉള്ള നല്ലൊരു ചോദ്യമാണ്, 100% ചോദിക്കും. ഓക്കെ, അപ്പോൾ മികച്ച ഗാനരചയിതാവ് വേടൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ മികച്ച ഗാനരചയിതാവ് വേടൻ. പാട്ടാണ്
വിയർപ്പ് തുന്നിയിട്ട കുപ്പായം അല്ലെങ്കിൽ കുതന്ത്രം. ഓക്കെ, അപ്പോൾ എന്താണ് വിയർപ്പ് തുന്നിയിട്ട കുപ്പായം അല്ലെങ്കിൽ കുതന്ത്രം. ഒരു 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 പാട്ടിൽ തന്നെ വരികളാണ്. ഓക്കെ, ഒരേ പാട്ടിൽ ഉൾപ്പെടുത്തിയിരുന്ന വാക്കുകളാണ് കുതന്ത്രം എന്നുള്ളതും വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്നുള്ളതും എല്ലാം ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഗായകനും റാപ്പറുമായിട്ടുള്ള വേടന്റെ യഥാർത്ഥ പേരെന്ത്? ഉത്തരമാണ് ഹിരൺദാസ് മുരളി. അപ്പോൾ വേടന്റെ യഥാർത്ഥ പേരാണ് ഹിരൺദാസ് മുരളി. ഓക്കെ, ഇനി മികച്ച സംഗീത സംവിധായകൻ ഗാനങ്ങൾ സുഷീൻ ശ്യാം. അപ്പം മികച്ച സംഗീത സംവിധാനം സുഷീൻ ശ്യാം. ഓക്കെ, സിനിമയാണ് ബൊഗൈൻവില്ലെ. ഓക്കെ, ഇനി മികച്ച പശ്ചാത്തല സംഗീതം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഓക്കെ, ക്രിസ്റ്റോ സേവിയർ ഭ്രമയുഗം. ഓക്കെ, മികച്ച പശ്ചാത്തല സംഗീതം ക്രിസ്റ്റോ സേവിയർ ഭ്രമയുഗം. ഇനി മികച്ച ഗായകൻ KS ഹരിശങ്കർ. ഓക്കെ, അപ്പോൾ മികച്ച ഗായകൻ KS ഹരിശങ്കർ. പാട്ടാണ് കിളിയെ തത്തക്കിളിയെ. സിനിമയാണ് ARM അജയന്റെ രണ്ടാം മോഷണം. ഓക്കെ, ഇനി മികച്ച ഗായിക സെബാ ടോമി. ഓക്കെ, മികച്ച ഗായികയാണ് സെബാ ടോമി. ഓക്കെ, അപ്പോൾ പാട്ടാണ് ആരോരും കേറിടാത്തൊരു ചില്ലയിൽ. പാട്ടാണ് ആരോരും കേറിടാത്തൊരു ചില്ലയിൽ. ഓക്കെ, സിനിമയാണ് ആ. ഓക്കെ, ഇനി പ്രത്യേക ജൂറി അവാർഡ് പുരുഷൻ. ഓക്കെ, പ്രത്യേക ജൂറി അവാർഡ് പുരുഷൻ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ടോവിനോ തോമസ്, സിനിമ ARM, ആസിഫ് അലി, കിഷ്കിന്ധാകാന്ഡം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് മമ്മൂട്ടിക്ക് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് കാറ്റഗറിയിൽ അവസാന റൗണ്ടിൽ മത്സരിച്ചത് 3 പേരാണ്. മമ്മൂട്ടി, ടോവിനോ തോമസ്, ആസിഫ് അലി. അപ്പൊ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയതുകൊണ്ട് ആ കൂടെ മത്സരിച്ച 2 പേർക്ക് എന്ത് കൊടുത്തു? ആ പ്രത്യേക ജൂറി അവാർഡ് കൊടുത്തു. അപ്പൊ പ്രത്യേക ജൂറി അവാർഡ് പുരുഷൻ 2 പേർക്ക് കിട്ടി. ടോവിനോ തോമസ്, ARM, ആസിഫ് അലി, കിഷ്കിന്ധാകാന്ഡം. ഓക്കെ, ഇനി മികച്ച ഇനി പ്രത്യേക ജൂറി അവാർഡ് സ്ത്രീ. പ്രത്യേക ജൂറി അവാർഡ് സ്ത്രീ 2 പേർക്കാണ് കിട്ടിയത്. ഓക്കെ, ജ്യോതിർമയി, ബൊഗൈൻവില്ല, ദർശന രാജേന്ദ്രൻ, പാരഡൈസ്. ഇവിടെ അത് തന്നെയാണ്. മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡിൽ അവസാന റൗണ്ടിൽ മത്സരിച്ചത് 3 പേരാണ്. ഷംല ഹംസ, നമ്മളുടെ ദർശന രാജേന്ദ്രൻ, ജ്യോതിർമയി. ഓക്കെ, അതിൽ എന്താണ് അവാർഡ് കിട്ടിയത് ഷംല ഹംസയ്ക്കാണ്. കൂടെ മത്സരിച്ച ജ്യോതിർമയിക്കും ദർശന രാജേന്ദ്രനും പ്രത്യേക പരാമർശം നൽകി. ഓക്കെ, ഇനി മികച്ച ഛായാഗ്രാഹകൻ, അതായത് മികച്ച ക്യാമറ ഷൈജു ഖാലിദ്. സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. ഇനി മികച്ച ചിത്ര സംയോജകൻ, ഇംഗ്ലീഷാണ് എഡിറ്റർ സൂരജ് ES. അപ്പൊ മികച്ച ചിത്ര സംയോജകൻ എഡിറ്റർ സൂരജ് ES. ഓക്കെ, ഇനി സിനിമയാണ് കിഷ്കിന്ധാകാന്ഡം. സിനിമയാണ് കിഷ്കിന്ധാകാന്ഡം. ഓക്കെ, ഇനി മികച്ച കലാസംവിധായകൻ അജയൻ ചാലിശ്ശേരി. മികച്ച കലാസംവിധായകനാണ് അജയൻ ചാലിശ്ശേരി. ഓക്കെ, സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കറിയാം ഗുണ കേവ് ആണ് അതിലെ പ്രധാന ലൊക്കേഷൻ. ആ ഗുണ കേവ് അവിടെ പോയി ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എറണാകുളത്ത് സെറ്റ് ഇട്ടു. അതാണ് അദ്ദേഹത്തിന്റെ കലാസംവിധാന മികവ്. ഓർത്ത് വെച്ചിരിക്കുക. മികച്ച കലാസംവിധായകൻ അജയൻ ചാലിശ്ശേരി, മഞ്ഞുമൽ ബോയ്സ്. അപ്പോൾ സ്ത്രീ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനുള്ള പ്രത്യേക അവാർഡ് അത് എല്ലാ വർഷവും നൽകുന്നതാണ്. ഓക്കെ, സ്ത്രീ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനുള്ള പ്രത്യേക അവാർഡ് കിട്ടിയ ആളുടെ പേരാണ് പായൽ കപാഡിയ. സംവിധായികയാണ്. പായൽ കപാഡിയ സംവിധായികയാണ്. ഓക്കെ, സിനിമയാണ് ഓൾ വി ഇമാജിനാസ് റൈറ്റ്. സിനിമയാണ് ഓൾ വി ഇമാജിനാസ് റൈറ്റ്. ഇതാണ് നമ്മളുടെ പായൽ കപാഡിയ. ഓക്കെ, അപ്പോൾ സംവിധായികയാണ്. സിനിമയാണ് ഓൾ വി ഇമാജിനാസ് റൈറ്റ്. അതിൻ്റെ മലയാളമാണ് പ്രഭയായി നനച്ചതല്ല. പ്രഭയായി നനച്ചതല്ല. ധാരാളം അവാർഡുകൾ വാരിക്കൂട്ടിയ സിനിമയാണ്. മലയാളമായിട്ടുള്ള 2 നടിമാരാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്തത്. ഒന്ന് കനി കുസൃതി. ഓക്കെ, അപ്പോൾ ഇത് വലിയ രീതിയിൽ അന്താരാഷ്ട്ര സിനിമ വേദികളിലെല്ലാം വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയാണ് ഓൾ വി ഇമാജിനാസ് റൈറ്റ്. ഓക്കെ, നമ്മുടെ IFFK, കാൻ ഫിലിം ഫെസ്റ്റിവലൊക്കെ നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയാണ് ഓൾ വി ഇമാജിനാസ് റൈറ്റ്. മലയാളമാണ് പ്രഭയായി നനച്ചതല്ല. അപ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. സ്ത്രീ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള പ്രത്യേക അവാർഡ് ലഭിച്ച വ്യക്തിയാണ് പായൽ കപാഡിയ. ഓൾ വി ഇമാജിനാസ് റൈറ്റിന്റെ സംവിധായികയാണ്. ഓക്കെ, ഇനി ജൂറി ചെയർമാൻ അതായത് പുരസ്കാര നിർണ്ണയ കമ്മിറ്റി ചെയർമാൻ പ്രകാശ് രാജ്. ഓക്കെ, പ്രശസ്ത സിനിമാ താരമായിട്ടുള്ള പ്രകാശ് രാജ് ആയിരുന്നു ജൂറി ചെയർമാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ്. 1 മാർക്ക് ഉറപ്പാണ്. ഇത്രയും പഠിച്ചുകൊണ്ട് കഴിഞ്ഞാൽ 1 മാർക്ക് ഉറപ്പാണ്. ഇനി വരുന്ന പരീക്ഷകൾക്കല്ല ഇതിൽ നിന്നൊരു മാർക്ക് ഷുവറായിട്ടും കിട്ടും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മുടെ ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മിക്ക വിദ്യാർത്ഥികളും ഈ വീഡിയോസ് കാണാറുണ്ട്, പക്ഷേ പലരും അത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാറില്ല. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും പുതിയ ക്ലാസ്സുകൾ, നമ്മുടെ PSCയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻസ്, ഏറ്റവും പുതിയ മാറ്റങ്ങൾ
എല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും, മികച്ച ക്ലാസ്സുകൾ എത്തും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് അത് കിട്ടും. മാത്രമല്ല നമ്മുടെ ആപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ആപ്പിൻ്റെ എല്ലാ സ്പെസിഫിക്കേഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏറ്റവും മികച്ച ഒരു ഇൻ്റർഫേസ് ഉള്ള ആപ്പാണ് നമുക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതെല്ലാവരും ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.